ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്, ബിജു വർമ്മയുടെ ഫോണിലുണ്ട്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സത്യത്തിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം, ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ മാനദണ്ഡമാണ് എനിക്കറിയേണ്ടത്. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, ഒത്തിരി ഇതില് പ്രാഞ്ചേട്ടന്റെ ഒത്തിരി സീൻസ് ഇല്ലായിരുന്നു കൂടെ. പക്ഷെ he was a wonderful artist. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. Come to Tini's question. ഇപ്പോൾ ടിനി പറയുന്ന ഇത് ഐ അഗ്രി, യെസ്, ഡയറക്ടർ വീട് വന്നു, സ്റ്റോറി പറഞ്ഞു. വന്നിട്ട് എനിക്കിങ്ങനെ ദേ ഷോഡ് മീ ദ ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓ ടിനിയാണ്, ഐ വർക്ക് വിത്ത് ഹിം, ഞാൻ പ്രാഞ്ചേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്ന stars compare ചെയ്യുമ്പോൾ he may not be in that level. Stars compare ചെയ്യുമ്പോൾ he may not be in that level. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷേ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചാവും. Do I really need that at this point? ഇപ്പോൾ വേണമെങ്കിൽ I can think about it a little later. പക്ഷേ at this point എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. It is not necessary that ഇപ്പോ ഓക്കെ I can say ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാരും പറയും. പക്ഷേ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും they will not blame. ആരും ഹീറോ ബ്ലെയിം ചെയ്യില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഹീറോയിനെ ബ്ലെയിം ചെയ്യും. ഓ ഈ പടം ഹിറ്റ്, ഇത് ഈ പടം. മലയാളത്തിലൊക്കെ ലാലിന്റെ പടം പൊട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പടം, അങ്ങനെയൊക്കെയല്ലേ പറയാ? എന്താ ഉറക്കം വരുന്നു? മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട്, പക്ഷെ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ, ലാൽ സാറെ സൈൻ ചെയ്യാൻ. 100% ഞാൻ യോജിക്കുന്നു. ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? പറയൂ. ഓഹോ, അത് ഉത്തരം പറ. അത് പറയൂ. I am just asking an honest question. അതല്ല ഉദ്ദേശം. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പ്രിയ, ചുരുക്കി ഞാൻ പറയട്ടെ. അതായത് പ്രിയ ഒരു ഇല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങൾ. ഏത് കള്ളപ്പന്നിയാണോ പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.